പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. ഇതുവരെ ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം, ഒരു പുതിയ പുലരി കാണുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരോഗ്യവും ബലവും ശക്തിയും തന്ന കർത്താവിൻ്റെ നാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതം ദൈവനാമത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദൈവവചന ചിന്തയ്ക്കായി ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി വേദവചന ചിന്തനത്തിനായി ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിൻ്റെ 16 വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഏത് ഭാഗത്തിൽ നടത്തിയെടുത്തതാണെന്ന് വേഗത്തിൽ തിരിച്ചറിയാം. ആരോട് പറഞ്ഞതാണെന്നും അറിയാവുന്ന വാക്യമാണ് ഇത്. യാക്കോബ്, ഈ വാക്ക് ആരോട് പറഞ്ഞു എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ലേ? അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് യാക്കോബ. ആരോടാ പറഞ്ഞത്? താൻ തന്നോട് തന്നെ പറഞ്ഞൊരു വാക്കാ. ഈ വാക്ക് കേട്ടോ, താൻ തന്നോട് തന്നെ പറഞ്ഞൊരു വാക്കാ. ആരുമില്ല സ്ഥലത്ത്, ഏകന. പക്ഷേ താൻ തന്നോട് തന്നെ പറഞ്ഞൊരു വാക്ക്. ഈ ഒരു വാക്കിന് ഇഷ്ടംപോലെ മെസ്സേജ് ഉണ്ടാവും. ലൂസ് എന്ന സ്ഥലത്തെ ബദേലാക്കിയ സംഭവം, ആ സ്വപ്നത്തിനകത്ത് യാക്കോബിന്റെ സ്വപ്നത്തിനകത്ത് ലൂസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചാരെ കല്ലെടുത്ത് തലേണയായിട്ട് വെച്ച് യാക്കോബ് അവിടെ കിടന്നുറങ്ങി. അവിടെ കിടന്നുറങ്ങുമ്പം സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിനകത്ത് ആകാശത്തോളം എത്തുന്ന ഒരു ഗോവേണി, ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന വലിയൊരു കാഴ്ച. അങ്ങനെ കാഴ്ച കണ്ട് യാക്കോബ് ഞെട്ടി ഉണർന്നു. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷെ ഇന്ന് വ്യത്യസ്തമായ ഒരു ചിന്ത. ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അതിനകത്തെ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചിട്ട്, ഇത് ആരോട് പറയുന്ന? തന്നോട് തന്നെ പറയുന്ന. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? നിങ്ങളോട് തന്നെ പറയുന്ന, ഇനി സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് തന്നെത്താൻ പറയുന്ന വാക്കുകളുണ്ടോ? ഒന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ വാക്കുകൾ ചിലപ്പോൾ പാട്ട് എഴുതുന്ന സങ്കീർത്തനങ്ങളിലൊക്കെ ഇങ്ങനെ പാടും, ഒരുമിച്ച് പാടും, മറ്റുള്ളവരോട് പറയും, ഒക്കെ ശരിയാ. പക്ഷേ ഇവിടെ ഏകനാണ്. യാക്കോബിന്റെ കൂടെ ആരുമില്ല. ഭയപ്പെട്ടാണ് യാക്കോബ് വരുന്നത്. ജ്യേഷ്ഠൻ പറഞ്ഞു, ഇന്ന് ഞാൻ അവനെ കൊന്നുകളയും. അപ്പോ അമ്മയായ റിബേക്ക പറയുന്നു, 2 മക്കളും കൂടി ഒരു ദിവസം എനിക്ക് എന്തിനാ ഇല്ലാതെ വരുന്നേ എന്ന് പറഞ്ഞ് അങ്കിളിന്റെ വീട്ടിലേക്ക് അങ്ങ് പറഞ്ഞയക്കുക. അങ്ങനെ ഓടി വരുന്ന യാക്കോബ് ലൂസിലെത്തുമ്പം മടുത്തു, ക്ഷീണിതനായി, സൂര്യൻ അസ്തമിച്ചു, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ഹിംസ്ര ജന്തുക്കളോ ജീവികളോ ഒക്കെ കാണും, പക്ഷെ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തികളോ ബലമോ ഒക്കെ കാണും. എനിവേ, അവിടെ നിന്ന് ആ കല്ലെടുത്ത് തലയണയായി വെച്ച് ഏകനായിട്ട് ഉറങ്ങുക. ഒറ്റപ്പെട്ട അവസ്ഥ. അമ്മയില്ല, അപ്പനില്ല, സഹോദരങ്ങളില്ല. ആകപ്പാടെ പിൻപിലൊരു ത്രട്ട്, ഭീഷണി മാത്രമാണ് ഉള്ളത്. ഇന്ന് ജീവൻ പോകുന്നുള്ള ഭീഷണി. അതിനിടയ്ക്ക് ഒരു സ്വപ്നം കാണുക. സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റ് വന്ന് ഈ യാക്കോബ് പറയുന്നൊരു വാക്കാ നമ്മൾ വായിച്ച. അതിന് അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. ഉറക്കം എഴുന്നേറ്റ് വരുന്ന യാക്കോബ് പറയുന്ന വാക്ക് ഇത് ആരാ? താൻ തന്നോട് തന്നെ പറയുന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇങ്ങനൊരു അനുഭവത്തിലേക്ക് ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, കുഞ്ഞെ, നീ ഒരു ദൈവപൈതലാണെങ്കിൽ, നീ ദൈവ സാന്നിധ്യത്തിനകത്താണെങ്കിൽ, ഒറ്റപ്പെടുന്ന മേഖലകളിൽ നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഏകനായിട്ടിരിക്കുമ്പോൾ, ആരും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ നിനക്കൊന്ന് പറയാൻ പറ്റുമോ, യഹോവ എന്റെ കൂടെയുണ്ട്? ഈ വാക്ക് ഒരു തരത്തിൽ ദാവീദ് പറഞ്ഞു. ദാവീദ് ആരോടെങ്കിലും പറഞ്ഞ ഒരു സങ്കീർത്തന പാട്ടായിട്ട് പറഞ്ഞതാ. അതിനകത്ത് ദാവീദ് പറഞ്ഞു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടി. അത് ദൈവത്തോടുള്ള സംസാരമാണ്. നീ എന്നോട് കൂടിയിരിക്കുന്നില്ല. മരണ താഴ്വരയിൽ ദൈവം കൂടിയിരിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു വ്യത്യസ്തത. ഒന്ന് ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞ് ഈ വാക്ക് കേട്ടെ. ഈ വാക്കിനകത്ത് യാക്കോബിനോട് തന്നെത്താൻ പറയുക, ദൈവം ഈ സ്ഥലത്തുണ്ട്, ഞാനോ അതറിഞ്ഞില്ല. നീ ഒറ്റപ്പെട്ട് കിടക്കുന്ന, നീ ഏകനായി കിടക്കുന്ന, ഈ കുരി കഴിയത്തില്ലെന്ന് വിചാരിച്ച്, ഇനി പുറത്തു വരത്തില്ലെന്ന് വിചാരിച്ച് നീ ഏകനായിട്ടിരിക്കുന്ന, ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ഈ വചനം ഒന്ന് ഹൃദയത്തിനകത്തേക്ക് എടുത്തു വെക്കാൻ പറ്റുമോ? ദൈവം ഈ സ്ഥലത്തുണ്ട്. ദൈവം ഈ പ്രതിസന്ധിക്കകത്തുണ്ട്. ദൈവം ഈ രോഗത്തിനകത്തുണ്ട്. ദൈവം ഈ വേദനയ്ക്കകത്തുണ്ട്. ഞാനോ അതറിഞ്ഞില്ല. കുഞ്ഞെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്നോട് തന്നെ പറഞ്ഞേ, ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവം എന്റെ കൂടെയുണ്ട്. ഈ പ്രതിസന്ധിക്കകത്ത് ദൈവം എന്റെ കൂടെയുണ്ട്. ഈ സിംഹക്കൂട്ടിനകത്ത് ദൈവം എന്റെ കൂടെയുണ്ട്. ഈ കാരാഗ്രഹത്തിനകത്ത് ദൈവം എന്റെ കൂടെയുണ്ട്. ഈ ഒറ്റപ്പെടലിനകത്ത് ദൈവം എന്റെ കൂടെയുണ്ട്. ഈ ആരുമില്ലാത്ത ഈ പ്രതിസന്ധിക്കകത്ത് യഹോവ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒന്ന് പറയാമോ?
ഈ വാക്ക് നീ നിന്നോട് തന്നെ പറഞ്ഞേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വരെയുള്ള ചിന്ത മാറിക്കേ. നീ ഇന്ന് വരെ പറയുന്നത്, അയ്യോ എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ദൈവം പോലും എന്നെ നോക്കുന്നില്ല, എന്നെ കടാക്ഷിക്കുന്നില്ല, ഇങ്ങനെയാണോ പറയുന്നത്? ഇന്ന് ഈ വാക്കൊന്ന് മാറ്റിവെച്ചേ, ഈ വാക്കുകൾ മാറ്റിവെച്ചേ, ഈ പശ്ചാത്തലം ഒന്ന് നോക്കിക്കേ. ഏകനായി ഓടി വരുന്ന യാക്കോബ്, ഭീഷണി എന്താണെന്നറിയാമോ? എല്ലാം നഷ്ടപ്പെട്ട ഭീഷണിയല്ല, ജീവന്റെ ഭീഷണി. യേശാവിന്റെ കൈ കിട്ടിയാൽ കൊന്നുകളയും, അതേ ജീവൻ പോകും. സൂര്യൻ അസ്തമിച്ചു, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച്, പട്ടണത്തിന്റെ പേര് പോലും, ആ സ്ഥലത്തിന്റെ പേര് ലൂസ് എന്ന സ്ഥലത്തിന്റെ പേര് പോലും കൊള്ളാതിരിക്കുന്ന അവിടെ വെച്ച് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആകാശത്തോളം എത്തുന്നു, കോവേനെ കണ്ടു, ദൂതന്മാരെ കണ്ടു. ഉറക്കമുണർന്ന ദാവീദ് തന്നോട് തന്നെ പറയുന്ന വാക്കാ, ദൈവം ഈ സ്ഥലത്തുണ്ട്, സത്യം, ദൈവം എന്നോട് കൂടെയുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. ഇന്ന് നീ ഒന്ന് തിരിച്ചറിഞ്ഞ കുഞ്ഞെ, നിന്റെ നെഗറ്റീവ് വാക്കുകൾ മാറ്റിയിട്ട്, നിന്റെ നിരാശയുടെ വാക്കുകൾ മാറ്റിയിട്ട്, ഇന്ന് വരെ പറയാത്ത, ഇന്ന് വരെ കാണാത്ത നിന്നോട് തന്നെ നീ നടക്കുന്ന വഴി പറ, ദൈവം എന്നോട് കൂടെയുണ്ട്, എന്നെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്നുണ്ട്, എന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്, എന്റെ ഗൈഡ് പരിശുദ്ധാത്മാവാ, എന്റെ കൗൺസിലർ പരിശുദ്ധാത്മാവാ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ പരിശുദ്ധാത്മാവോടൊപ്പമാണെന്ന്, ഞാൻ കർത്താവിനോട് കൂടെയാണെന്ന്, ഞാൻ ജീവൻ തന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നീ ആ പുസ്തകത്തിനകത്തു നിന്ന്, സത്യവേദ പുസ്തകത്തിനകത്ത് നിന്ന് അറിഞ്ഞ സത്യങ്ങൾ നീ നിന്നോട് തന്നെ, നീ നടക്കുന്ന വഴി, നീ ഇരിക്കുന്ന വഴി, നീ പോകുന്ന വഴി, അത് നീ ഒന്ന് വിളിച്ചു പറ, നിന്നോട് തന്നെ നീ പറ, നീ ഒരു പ്രഖ്യാപനമായിട്ട് പറ, യേശു നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കുഞ്ഞെ, നീ തകർന്നു പോകരുത്. ഈ വാക്ക് നമ്മളെ ഉറപ്പിക്കട്ടെ. യാക്കോബ് തകർന്നിരിക്കുന്നത്, ജീവന് ഭീഷണിയാകുന്ന യാക്കോബ്, ദൈവം ഈ സ്ഥലത്തുണ്ട്, വാസ്തവമായി ദൈവം ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. എന്നിട്ട് ഒരു കല്ലെടുത്ത് എണ്ണയൊഴിച്ച് ആ സ്ഥലത്തിന്റെ പേര് മാറ്റി, ലൂസിനെ ബെഥേലാക്കി, ദൈവത്തിന്റെ മുഖമാക്കി മാറ്റി. അതും തീർന്നില്ല. എന്നിട്ട് പറഞ്ഞു, കർത്താവേ നീ എന്നോട് കൂടിയിരിക്കണം. അവിടെ ഒരു ഉടമ്പടിയാ, ദൈവമേ നീ എന്നോട് കൂടിയിരിക്കണം, ഞാൻ പോകുന്ന വഴിയൊക്കെ എന്നോട് കൂടിയിരിക്കുകയും സ്വസ്ഥമായി എന്റെ അപ്പന്റെ നാട്ടിലേക്ക് എന്നെ മടക്കി വരുത്തുകയും ചെയ്താൽ ഞാൻ ഇവിടെ ഒരു ആലയം പണിയും, എനിക്ക് ലഭിക്കുന്ന ഇലക്ക ദശാംശം തരും. ഇതിനകത്ത് ഈ ഉടമ്പടിക്ക് അപ്പുറത്ത് ദൈവത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ദൈവത്തെ അടുത്തറിഞ്ഞത്, ഇന്ന് വേണ്ടിയത് നീയും ദൈവമായിട്ടൊരു തിരിച്ചറിവാ വേണ്ടി, ദൈവത്തോടുള്ള തിരിച്ചറിവ് ഇന്നതുണ്ടാകട്ടെ. ആ തിരിച്ചറിവ് ഒന്നുണ്ടാകട്ടെ. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ആത്മാവില് അതൊന്ന് ഏറ്റെടുത്തേ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചേ. വാസ്തവമായി ദൈവം നിന്നോട് കൂടെയുണ്ട്, എന്നോടുകൂടി ദൈവമുണ്ട്, സത്യം, ഞാനത് അറിഞ്ഞില്ല, പക്ഷെ ദൈവം എന്നോട് കൂടെ. വിശ്വസിക്കട്ടെ. ഒരിക്കൽ ഫറവോൻ പറഞ്ഞു, ജോസഫിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ദൈവാത്മാവുള്ള ഇതുപോലെ മനുഷ്യനെ കണ്ടെത്തുമോന്ന്. സഹോദരങ്ങൾ അത് അറിഞ്ഞില്ല, അപ്പനും അമ്മയും ചിലപ്പോൾ അറിഞ്ഞില്ല എന്ന് വരും. അതേ ഫറവോന്റെ വീട്ടിൽ അറിഞ്ഞില്ല, പൊത്തിപ്പേറിന്റെ വീട്ടിൽ അറിഞ്ഞില്ല, അപ്പക്കാരനും പാനപാത്രവാഹനും പറഞ്ഞില്ല. പക്ഷേ ഫറവോൻ നോക്കിയിട്ട് പറഞ്ഞു, ദൈവാത്മാവുള്ള ഇതുപോലെ മനുഷ്യനെ കണ്ടെത്തുമോ? കുഞ്ഞെ, കർത്താവ് ദൈവം നിന്നോട് കൂടെയുണ്ട്, ഈ ആത്മാവ് നിന്നോട് കൂടെയുണ്ട്. അത് നീ ഒന്ന് ഉറക്കം പറഞ്ഞേ, എന്നോട് കൂടെ ദൈവാത്മാവുണ്ട്. ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ജനത്തെ ആത്മാവിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. വാസ്തവമായി ദൈവം എന്നോട് കൂടെയുണ്ട്, ഞാനത് അറിഞ്ഞില്ല. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നു. ദൈവകാരൻ കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുന്നു. അസാധാരണമായ ഒരു സാന്നിധ്യത്തിനുള്ളിൽ മറയ്ക്കുന്നപ്പ ദൈവകാരൻ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടെയുള്ള പരിശുദ്ധാത്മ സാന്നിധ്യത്തിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനുമഹത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന് വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ മറക്കുമാറാകട്ടെ. God bless you. Thank you so much.